അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖവും സൗഖ്യവും നേരുന്നു, സന്തോഷമാണെന്ന് കരുതുന്നു. ഏതായാലും കണ്ടുപിടുത്തങ്ങൾ അല്ലേ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന രീതിയിൽ എത്രയും സ്പീഡ് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ആകാശത്തും ഭൂമിയിലൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ജെയിംസ് വാട്ടിനെ കണ്ടുപിടുത്തമൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കണ്ടുപിടുത്തം തന്നെയാണ്. जेम्स वाट भाप के इंजन से गाड़ी खींचने का भी काम लेना चाहता था. ജെയിംസ് വാട്ട് ആവിയുടെ എഞ്ചിന് കൊണ്ട് വണ്ടി വലിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായോ? ആവിയുടെ എഞ്ചിനെ കൊണ്ട് വണ്ടിയെ വലിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കീഞ്ചാണ് വലിപ്പിക്കുക. ആവിയുടെ എഞ്ചിനെ കൊണ്ട് വണ്ടി വലിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ലേക്കിൻ പക്ഷേ ബൂढ़ा हो जाने की वजह से उसे उस काम को पूरा करने का वक्त न मिल सका. പക്ഷെ അദ്ദേഹം വൃദ്ധനായ കാരണത്താൽ ഉസേ ഉസ് കാം കോ പൂരാ കർനെ കാ വക്ത് ന മിൽ സക, അദ്ദേഹത്തിന് ആ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ സമയം ലഭിച്ചില്ല. അദ്ദേഹത്തിന് ആ ഒരു പ്രവർത്തനം ഉസ് കാം കോ പൂരാ കർനെ കാ വക്ത് ന മിൽ സക, സമയം ലഭിച്ചില്ല എന്നർത്ഥം. മനസ്സിലായോ? और उसका इंतकाल हो गया, അദ്ദേഹത്തിന് മരണം ഉണ്ടായി, മരിച്ചു. जेम्स वाट का एक साथी फिल्टन इस इंजन से पानी में कश्ती चलाना चाहता था. ജെയിംസ് വാട്ടിൻ്റെ ഒരു സുഹൃത്തായ ഫിൽട്ടന് ആ ഒരു എഞ്ചിന് കൊണ്ട് വെള്ളത്തിൽ കപ്പൽ ചലിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ പോയിക്കാണ്ട് കപ്പൽ ചലിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായോ? पहले तो लोगों ने फिल्टन के इस ख्याल का मजाक उड़ाया. ആദ്യമൊക്കെ ഫിൽട്ടൻ്റെ ഈ ഒരു ചിന്തയെ ജനങ്ങൾ പരിഹസിച്ചു. മദാക്കുടായ പരിഹസിച്ചോ. പഹലെ ആദ്യമൊക്കെ ജനങ്ങൾ ജനങ്ങൾ ഫിൽട്ടൻ के इस ख्याल का मजाक उड़ाया, ഫിൽട്ടൻ്റെ ഈ ചിന്തയെ പരിഹസിച്ചു. लेकिन പക്ഷേ उन्हें उस वक्त बहुत ताज्जुब हुआ, ആ ജനങ്ങൾക്ക് വളരെയധികം അത്ഭുതമുണ്ടായിരുന്നു. ഏത് സമയത്ത്? जब फिल्टन ने सचमुच बाप की इंजन से पानी में कश्ती चला कर दिखा दी. ഏത് സമയത്താണോ ഫിൽട്ടൺ യഥാർത്ഥത്തിൽ ആവിയുടെ എഞ്ചിന് കൊണ്ട് വെള്ളത്തിൽ കപ്പൽ ഓടിപ്പിച്ച് കാണിച്ചു കൊടുത്തത് ആ ഒരു സമയത്ത് ജനങ്ങൾക്കൊക്കെ അത്ഭുതമുണ്ടായിരുന്നു. ലേഖനോനെ ഉസ് വക്ത് बहुत ताज्जुब हुआ जब फिल्टन ने सचमुच बाप की इंजन से पानी में कश्ती चला कर दिखा दी. മനസ്സിലായോ? എന്ന് പറഞ്ഞാലേ ഫിൽട്ടന് ഈ ആവിയുടെ എഞ്ചിന് ഉപയോഗിച്ച് വെള്ളത്തിലിറക്കി, എന്നിട്ട് കപ്പൽ ഓടിപ്പിച്ചു. മനസ്സിലായോ? അപ്പൊ ഈ എഞ്ചിൻ സേ ഗാഡി കീഞ്ചനെ കാ കാം ബാക്കി താ. ഇനി ഒഴിവുള്ളത് ബാക്കിയുള്ള പരിപാടി എന്താണ്? എഞ്ചിന് കൊണ്ട് നമ്മുടെ വാഹനങ്ങൾ വലിക്കാനുള്ള ഒരു പ്രവർത്തനം അവശേഷിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് പരിപാടി അതാണ്. ആ പരിപാടി ആരാ തീരുമാനിച്ചത്? അത് ആരാണ് പൂർത്തീകരിച്ചത്? വിജയത്തിലെത്തിച്ചത് ആരാണ്? ഏക്കാം ജോർജ് സ്റ്റീഫൻ ഈ ഒരു പ്രവർത്തനം പൂരാകർദിക്കായ പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? उसे यकीन था कि भाप की इंजन गाड़ियों को खींच सकता है. അദ്ദേഹത്തിന് എന്താ ഉറപ്പുണ്ടായിരുന്നു? എന്തെന്നാൽ ഭാപ് കി എഞ്ചിൻ ഗാഡിയോ കോ ഖീഞ്ച് സക്താ ഹെ, നമ്മുടെ ആവിയുടെ എഞ്ചിന് വണ്ടികളെ വലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം തന്നെയാണ് എന്ന്
അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഉസേ യക്കീൻ താ കെ ഭാബ് കി എൻജിൻ ഗാഡിയോ കാ കീഞ്ച് സക്താ ഹൈ. മനസ്സിലായില്ലേ? അപ്പോൾ ജോർജ് സ്റ്റീഫന്റെ ആ പ്രവർത്തനമാണ് പറഞ്ഞത്. ആഖിർക്കാർ ഉസ്നെ ഐസ എഞ്ചിൻ മനായി. അവസാനം അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കി. ബനാഹിലിയ ജിസെ ഗാഡി കീഞ്ചി ജാ സക്താ ഹൈ. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ വലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എഞ്ചിനും ഉണ്ടാക്കി. പിന്നെ പറയുന്നത് ഭാബ് കാ യേ എഞ്ചിൻ പഹ്ലി ബാർ കോയിലെ കി ഗാഡി കി എഞ്ചിനെ കെ കാം മേ ലായ ഗയാ. ആദ്യമായിട്ട് ഈ ആവിയുടെ ഈ ഒരു എഞ്ചിന്, മനസ്സിലായോ? ആവി കൊണ്ടുള്ള ഈ ഒരു എഞ്ചിന് ആദ്യ പ്രാവശ്യം, പഹ്ലി ബാർ പറഞ്ഞ ആദ്യ പ്രാവശ്യം, ഫസ്റ്റ് ആ ഒരു ഘട്ടത്തില് പഹ്ലി ബാർ കോയിലേക്ക് ഗാഡി കീഞ്ചിനേക്ക് കാമേലായ കൽക്കരിയുടെ വണ്ടി വലിക്കാനുള്ള പ്രവർത്തനത്തിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ കൽക്കരി ഉപയോഗിച്ച് ഈ എഞ്ചിനും കൂടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, വണ്ടിയായി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു എന്നർത്ഥം. മനസ്സിലായോ? കോയിലേക്ക് ഗാഡി കൽക്കരി വണ്ടി. അപ്പോൾ കോയിലേക്ക് ഗാഡി കീഞ്ചിനേക്ക് കാമേലായ കൽക്കരിയുടെ വണ്ടി ഉണ്ടല്ലോ, ആ ഒരു വണ്ടി വലിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിച്ചോ? ഈ ആവിയുടെ എഞ്ചിനെ കൊണ്ട് സാധിച്ചോ? ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചു വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.